ഫയർഫോഴ്സ് മേധാവി പത്മകുമാർ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ്. ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ. ഇവിടെ ഒരു ടെമ്പററി കൺട്രോൾ റൂം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡയറക്ടർ ടെക്നിക്കൽ അതിന്റെ ചാർജ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതേ ഫയർ ഡിപ്പാർട്ട്മെന്റ് സീനിയർ ഓഫീസറാണ്, അതേ ഇവിടെ ഉണ്ടാവും. മറ്റ് ഓഫീസേഴ്സും അനുസരിച്ച് പിന്നെ ഇവർ പോകുന്നവർക്കുള്ള റിഫ്രഷ്മെന്റ്, അവർക്കുള്ള മെഡിക്കൽ സൗകര്യം, അവർക്കുള്ള വെള്ളം, ഇതെല്ലാം റെയിൽവേ അതോറിറ്റീസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേസമയം റെയിൽവേയുടെ കോൺട്രാക്ടർ തന്നെ ഇതിനിടയ്ക്കുള്ള ഈ റൂട്ട് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് അറിഞ്ഞൂടെ. ഈ ട്രാക്കിനടിയിൽ കൂടെയുള്ള കനാലിന്റെ റൂട്ട് മാപ്പൊക്കെ അവർ കയ്യിലാണുള്ളത്. അപ്പം അത് വെച്ച് ക്ലിയർ ചെയ്ത് പോയാലേ ഇത് തുരന്നങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പോൾ എവിടെയാണെന്ന് വെള്ളമുള്ളിടത്തോളം സ്ഥലത്തേക്ക് നമുക്ക് ഡൈവ് ചെയ്ത് പോകാൻ കഴിയും. പിന്നീട് അങ്ങോട്ട് ഡൈവ് ചെയ്ത ആൾക്കാർ പറഞ്ഞു പിന്നീട് അങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. അത്ര ടൺ കണക്കിന് അവിടെ കല്ല് പോലെ പാറ പോലെ ഉറച്ചിരിക്കുകയാണ്. അപ്പോൾ അത് മാലിന്യം നീക്കം ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത് റെയിൽവേ കോൺട്രാക്ടറോട് അതിനുള്ള ടാസ്ക് കൊടുക്കാനായിട്ട് യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ റെസ്ക്യൂ ഓപ്പറേഷൻ 24 hours കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെ പല വളരെ ദുഷ്കരമായതാണ്. ഈ വെള്ളം തന്നെ വളരെ മലിനമാണ്. അങ്ങനെ ഇറങ്ങുന്ന ഉദ്യോഗസ്ഥർക്കും അവരുടെ ജീവനും ഭീഷണിയുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ ആ റിസ്ക്കൊക്കെ സഹിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ടീം ഓപ്പറേറ്റ് ചെയ്യുന്നത്. എത്ര സമയം നിൽക്കാൻ പറ്റുമോ? അവർക്ക് നമുക്ക് ഓക്സിജൻ സിലിണ്ടറിൽ ഓക്സിജൻ അതിന്റെ കപ്പാസിറ്റി ഇന്ന് നിൽക്കാൻ പറ്റും. ഇത് തുടർച്ചയായിട്ട് ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല, പെട്ടെന്ന് ക്ഷീണമായി പോകും. അതുകൊണ്ടാണ് 25 പേര് മറ്റു ജില്ലകളും കൂടെ വന്ന് അത് 3 ടീമായിട്ട് ഒരു ടീം ടയർഡാകുമ്പോൾ മാറി മറ്റേ ടീം ചെയ്ത് രാത്രിയും ചെയ്യേണ്ടി വരും. പക്ഷെ അതിനിടയിൽ കൂടെ പാരലായിട്ട് ഈ ട്രാക്കിനടിയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം കൂടെ നീക്കം ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. കാരണം ഈ വെള്ളം വഴി ഒഴുകിപ്പോയിട്ട് ഇദ്ദേഹം എവിടെയെങ്കിലും സ്റ്റക്കായിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് സംശയം. കാരണം പല സ്ഥലത്തും വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഇടിച്ച് ഈ മാലിന്യം നീക്കം ചെയ്ത് മുന്നോട്ട് പോകാനേ നമുക്ക് ശരിയായിരിക്കും. അത് സമയമെടുക്കും. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നേരത്തെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൺട്രോളും ഉടനെ തന്നെ ഇവിടെ പ്രവർത്തനം ആരംഭിക്കും. ഓൾറെഡി ഉണ്ട്. അത് ഞങ്ങളൊരു ടെമ്പററി കൺട്രോളും സ്റ്റാർട്ട് ചെയ്ത് ഈ മറ്റു ജില്ലകളിൽ നിന്ന്, കൊല്ലം ജില്ലയിൽ നിന്നും മറ്റേ ജില്ലകളിൽ നിന്ന് സ്കൂബ ഡൈവിംഗ് ടീംസ് എല്ലാം വിളിച്ചിട്ടുണ്ട്. അവരെല്ലാം പെട്ടെന്ന് തന്നെ എത്തും. അപ്പോൾ ഇപ്പോൾ ഉള്ളതിന് പുറമെ അവരും ടേണനുസരിച്ച് തുറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മാക്സിമം ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഞങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കാണ്. നോക്കാം. ഇതൊന്ന് ഈ മാലിന്യത്തിൻ്റെ ഒരു പ്രശ്നം അത് ബഹുമാനപ്പെട്ട മന്ത്രി റെയിൽവേ അതോറിറ്റീസോട് സംസാരിച്ചിട്ടുണ്ട്. അത് അവിടുന്ന് ഈ ട്രാക്കിനടിയിൽ നിന്ന് ഈ ഫസ്റ്റ് ട്രാക്ക് ടു ഫോർത്ത് ട്രാക്ക് വരെ സ്റ്റക്കായിരിക്കുകയാണ്. കുറേ സ്ഥലത്ത് വെള്ളം പറ്റിയ സ്ഥലത്ത് ഡൈവിംഗ് പറ്റില്ല. അപ്പോൾ തിരിച്ചു വരേണ്ടി വരും. കാരണം കൂടുതലവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ശ്വാസം കിട്ടാത്ത സ്ഥിതി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ദുഷ്കരമായ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. ഏതായാലും അത് മുന്നോട്ട് കൊണ്ടുപോയി പതുക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോ ഈ സൈഡ് പോക്കറ്റ്സും ഉണ്ടതായിട്ടാണ് ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുന്നത്. സൈഡ് പോക്കറ്റ്സ് അപ്പൊ നേരെയല്ല, ഇടയ്ക്ക് ചില സന്ദേശങ്ങളില് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലേക്കും ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെയും പരിശോധിക്കേണ്ടത്. നമ്മൾ ആലോചിക്കുന്നത് സ്ട്രേറ്റ് ആയിട്ട് ട്രാക്ക് കനാല് പോകുന്നതല്ല. അതിനിടയിൽ ഉപചാനൽസ് ഉണ്ട് പറയുന്നത്. അപ്പൊ കംപ്ലീറ്റ് ആ റൂട്ട് മനസ്സിലായാൽ അവിടെയൊക്കെ വലിയ കട്ടിക്കണക്കിന് വേസ്റ്റ് അടങ്ങുകയാണ്. അപ്പൊ അതൊക്കെ നീക്കം ചെയ്ത് അത് എവിടെയാണെന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. അത് അതിനുള്ള പരിശ്രമം നടക്കുന്നത്. റെയിൽവേ അതോറിറ്റീസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അതിനൊരു രൂപരേഖ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒഴുക്കിൽപ്പെട്ടു പോയ തൊഴിലാളിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ മുന്നിൽ. അതിനാണ് മുൻഗണനയുള്ളത്. ബാക്കി ധാരാളം കാര്യങ്ങൾ ഈ റെയിൽവേയുടെ ആമേഞ്ചാൻ തോടിന്റെ കാര്യവും ആമേഞ്ചാൻ തോട് എങ്ങനെയാണ് റെയിൽവേ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള സംബന്ധിച്ചിടത്തോളം ആ റെയിൽവേ കൈകാര്യം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടിനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്യും. ഇന്നലെ തന്നെ ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതടക്കമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് കളക്ടർ നൽകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്ത് ശാശ്വതമായി ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അല്ല ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയലല്ല ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എത്രയും എങ്ങനെ ഇവിടെ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു മനസ്സോടുകൂടി നിന്ന് പ്രവർത്തിക്കണം എന്നുള്ളതിനുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു ഫുൾ ടീം ഇവിടെ അവരെ സഹായിക്കാൻ വേണ്ടി വന്നെത്തിയിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഒരു 15 കിലോമീറ്റർ കൂടുതൽ അവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ കരയിൽ കയറി തന്നെ അപ്പോൾ തന്നെ അവർക്ക് മരുന്നും എല്ലാം കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ശരീരം വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്.
സാധാരണഗതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തെക്കാൾ തീവ്രമാണ് ഇവിടുത്തെ ഈ രക്ഷാപ്രവർത്തനമെന്ന് പറയുന്നത്. പക്ഷെ എങ്കിലും അതൊന്നും നമുക്ക് അഭിമാനം തോന്നും. നമ്മുടെ പിന്നെ ഫയർ റെസ്ക്യൂവും അതുപോലുള്ള ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഇവിടെ അതിലിറങ്ങി ഈ കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ, രക്ഷാപ്രവർത്തനം നടത്തുന്ന കാര്യമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് അഭിമാനം തോന്നി. അവരെ അഭിനന്ദിക്കാൻ നമുക്ക് ഇപ്പം ഇത് അവസരം അല്ലാത്തത് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ മാധ്യമങ്ങൾ, ഇന്നലെ ഈ സംഭവം ഉണ്ടായ മുതൽ 11 മണി മുതൽ തന്നെ മാധ്യമ സുഹൃത്തുക്കൾ വൈകുന്നേരം ഇവിടെ രക്ഷാപ്രവർത്തനം അവസാനിക്കുന്നതുവരെ മാധ്യമ പ്രവർത്തകരുണ്ടായി ജനങ്ങളുടെ നാട്ടുകാരുടെ ഈ വിഷയം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോ പത്മകുമാറിനെ വിളിച്ചിപ്പോൾ സംസാരിച്ചു. നമ്മുടെ യോഗം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കളക്ടറെ വിളിച്ച് സംസാരിച്ചു. ഞാൻ സംസാരിച്ചിട്ടാണ്, മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിട്ടാണ് ഈ യോഗം വിളിച്ചാക്കാൻ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പിന്നെ സാധ്യമായ കാര്യങ്ങൾ അങ്ങേറ്റം വരെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേ ഇപ്പോൾ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. റെയിൽവേ ഇപ്പോൾ സഹകരിക്കുന്നുണ്ട്. റെയിൽവേ സഹകരിക്കാത്ത മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചോളം പിന്നെ ചർച്ച ചെയ്യും. മഴ പെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണം ഈ അമേഴ്ചർ റോഡിലെ പാർവതി കുട്ടനാറിലെ മാലിന്യം നീക്കം ചെയ്യുന്നില്ല. പല പ്രാവശ്യം നാട്ടുകാരും അതുപോലെ പലരും പരാതി പറഞ്ഞു. ഇപ്പോൾ റെയിൽവേ തന്നെ ഇത്രയും ഇതുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കാര്യക്ഷമമായ നഗരസഭയിൽ ഇടപെടണമെന്ന് തോന്നുന്നില്ല. നഗരസഭ മാത്രമല്ല ഇതിൽ, അതായത് 95 തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഞാനാണ്. അന്ന് ഈ ആമേഴഞ്ചാൻ റോഡ് ശുചീകരിക്കുന്നതിന് വേണ്ടി അന്ന് കുഞ്ഞാലിക്കുട്ടി അന്ന് പിന്നെ മന്ത്രിയാണ്. അന്ന് ജില്ലാ കളക്ടർ പിന്നെ നിവിത നമ്മുടെ അരുണാസുന്ദർ രാജാണ് ജില്ലാ കളക്ടർ. അന്ന് ഞങ്ങളിത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഒരു പരിശ്രമം നടത്തിയപ്പോൾ അന്ന് റെയിൽവേക്ക് തടസ്സമുണ്ടായി. അന്ന് അദ്ദേഹം MLA നാരായണ രാജു. അപ്പൊ ഇതില് റെയിൽവേ ഇത് മൊത്തം ക്ലീൻ ചെയ്യണമെങ്കിൽ റെയിൽവേയുടെ പ്രോപ്പർട്ടിയാണ്. അവർ പൂർണ്ണമായിട്ട് അനുവാദം തരണം. അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ റെയിൽവേ പരിമിതികളുണ്ട്. ആ പരിമിതിയിൽ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവരുടെ സർവീസ് ചിലപ്പോൾ നിർത്തിവെക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതല്ല പെട്ടെന്ന് കോർപ്പറേഷൻ നിലയെ കൊണ്ട് ചേരാൻ വേണ്ടി നോക്കില്ല. റെയിൽവേ ട്രാക്കിന് ഇങ്ങോട്ട് കയറുന്ന ടെന്റിന് അപ്പുറത്തേക്കുള്ള നഗരസഭയാണ്. അത് റെയിൽവേ വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. നഗരസഭയ്ക്ക് വൃത്തിയാക്കാൻ അത് ഇറിഗേഷന്റെ അല്ലല്ല. പക്ഷെ വേറെ ഈ റെയിൽവേ ട്രാക്കിന്റെ അടിയിൽ കൂടെ പോകുന്നത് ക്ലിയർ ആയാലല്ലേ ഇത് അങ്ങോട്ട് പോവുള്ളൂ. അവിടെ ബ്ലോക്കായി കിടക്കുന്നതിന്റെ കാരണങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടെത്തിയല്ലോ. നമ്മൾ ഒഴിവ് വരുന്ന മാലിന്യം കോർപ്പറേഷൻ അതിർത്തിയിൽ നിന്നാണോ PWD അതിർത്തിയിൽ നിന്നാണോ ഉള്ള ഒരു വരുന്നത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ തോട് ഇറിഗേഷന്റെ ഡിപ്പാർട്ട്മെന്റ് തോട്. ഇനി റെയിൽവേ ട്രെയിനുകൾ വരുന്ന ട്രെയിനുകളുടെ വരുന്ന മാലിന്യങ്ങൾ പുറത്തേക്കെങ്കിലും പോകുന്നില്ല. അതെവിടെയാണ് പോകുന്നതെന്ന് പരിശോധിക്കേണ്ടത്. ഈ ട്രെയിനുകളെല്ലാം വരുമ്പോൾ അതിലുള്ള കുപ്പികള്, അതിലുള്ള മറ്റേ മാലിന്യങ്ങള്, സെപ്റ്റിക് മാലിന്യങ്ങള്, ഇതെല്ലാം പുറത്തു പോകുന്നില്ലല്ലോ. ഇതെവിടെയാണ് അടിയുന്നത്? ഇതെല്ലാം ഇതിന്റെ അടിയിലാണ് അടിയുന്നത്. അതിനെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ വേറെ നമ്മളിപ്പോ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് പറയാൻ ഇപ്പോഴത്തെ വിഷയം അതല്ലേ ഒരു മനുഷ്യത്വപരമായ നിലപാട്. ബാക്കി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഓക്കെ ഓക്കെ ശരി. യെസ്, അതാണ് സാഹചര്യം.